ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നല്ല അന്തിക്കള്ള് വെച്ചിട്ടുള്ള കള്ളപ്പമാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. 2 ഗ്ലാസ് പച്ചരിക്ക് 1 ഗ്ലാസ് കള്ളാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് 8-10 ചുവന്നുള്ളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു വലിയ മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ചിരവിയത്. ഇതൊക്കെ രുചി കൂട്ടാനും ഫ്ലേവർ കൂട്ടാനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇനി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മിക്സിയുടെ ജാർ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലിട്ടാണ് ഞാൻ അരയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ജാർ എടുത്ത് വെച്ചു. ഇതിലേക്ക് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് പച്ചരി നന്നായിട്ട് വാഷ് ചെയ്ത് കുതിർത്തി ഞാനൊരു പാത്രത്തിൽ അടച്ചു വെച്ചതാണ് കേട്ടോ ഫ്രിഡ്ജിൽ. അതാണ് ഇങ്ങനെ നല്ല ഉണക്കരി പോലെ ഇപ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് കുതിർത്തിയതാണ് കേട്ടോ. നല്ല രീതിക്ക് കഴുകി കുതിർത്തി വെച്ചിട്ടുള്ള അരിയാണ്. ഡ്രൈ ആയിട്ടാണ് പിരിക്കുന്നത്, പക്ഷേ നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള അരി കുതിർത്തി ഇതാദ്യം മിക്സിയിലിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി മസ്റ്റായിട്ട് ചേർക്കണം. നല്ലൊരു സ്മെല്ല് കിട്ടും ഇതിന്. രുചിയും ഭയങ്കര നല്ലൊരു രുചിയും കിട്ടും. പിന്നെ ചിരവി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് 2 ട്രിപ്പായിട്ടാണ് കേട്ടോ അരച്ചു കൊടുക്കുന്നത്. പിന്നെ അതാ ഒരു റൈസ് സ്പൂൺ ചോറിട്ട് കൊടുക്കുക. വെള്ളരിയുടെ ചോറില്ലേ, ബോയിൽഡ് റൈസ്, അതിൻ്റെ ചോറാണ് കേട്ടോ. പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അതൊരു 3 ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ ഒരു ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ജാറായിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പം ഞാനെല്ലാം കള്ളൊക്കെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് കള്ള് ഞാൻ അടുത്ത സെറ്റിലേക്കും കൂടി ഒഴിക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കള്ളെടുത്ത് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിൽ വെള്ളം ഏതായാലും ഇച്ചിരി കൂടി പോരാതെ ഉണ്ടെങ്കിൽ വേറൊരു വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കണം, സാധാരണ വെള്ളം. പിന്നെ അതാ 1 ടേബിൾ സ്പൂൺ അളവിൽ പെരുംജീരകം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. വെള്ളം ഒത്തിരിയൊന്നും ആവരുത്, ഒരു ലെവലിലാക്കി ഇളക്കി നോക്കിയിട്ട് ജാർ ഇളക്കി നോക്കി ലെവലാക്കുക. എന്നിട്ട് വേണം വെള്ളം നോക്കാൻ. എന്നിട്ട് അരച്ചെടുക്കുക. ഇതേപോലെ നല്ല സ്മൂത്തായിട്ട് അരഞ്ഞ് കിട്ടും. ഇതേപോലെ അരച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കാം. നന്നായിട്ട് അരയണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇത്തിരി തരിതരി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. തേങ്ങയൊക്കെ ചേർന്ന് അരയുമ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പം ഞാനൊരു 2 സെറ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഒരു ട്രിപ്പും കൂടി മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അതും ഞാനിപ്പോൾ അരച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതും കൂടി ചേർക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. കാര്യം 2 സെറ്റായിട്ട് അരച്ചത് കൊണ്ടാണ് കേട്ടോ. അപ്പം ബ്ലെൻഡായിട്ട് ഉണ്ടാവില്ലല്ലോ. സെക്കൻഡ് ജാറിലേക്ക് എല്ലാ ചേരുവകളൊന്നും വന്നിട്ടില്ല. അപ്പം ഞാൻ എല്ലാം കൂടി നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് അടച്ചു മൂടി വെക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളതൊക്കെ രാത്രിയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തേക്ക് വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അടച്ചു മൂടി വെക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിട്ടോ, ഏകദേശം സമയം 6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെ പൊന്തി ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട്. തവിയിട്ട് നോക്കുമ്പോൾ ഇതാ കണ്ടോ, ഈ ഒരു ടെക്സ്ചറിൽ ഉണ്ടാവും കേട്ടോ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഒട്ടും പുളിയില്ലാത്ത കള്ളാണ് ഈ അന്തിക്കള്ളെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പുളിച്ച് പൊന്തിയാലും അത്ര പുളിപ്പൊന്നും അധികം ഉണ്ടാവില്ല. നേരിയ മധുരം ഉണ്ടാവും, നല്ല രുചി ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രത്യേകത. വൈകുന്നേരം കിട്ടുന്ന തെങ്ങിൽ നിന്ന് ചെത്തി കിട്ടുന്ന കള്ളാണ് കേട്ടോ ഞാനിത് യൂസ് ചെയ്യുന്നത്. ഞാൻ കടമക്കുടിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പം നല്ല ടേസ്റ്റുള്ളൊരു കള്ള് തന്നെയാണ് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് രാവിലെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമുക്കിനി ഇത് ചുടാമല്ലോ. അപ്പോൾ തവ വെക്കാം കേട്ടോ. ഞാൻ ദോശത്തവയുണ്ടല്ലോ, അത് വെച്ചിട്ട് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് ബ്രഷ് കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം ആദ്യം ഒന്ന് ഹൈ വെച്ചിട്ടൊന്ന് ചൂടായ ശേഷം പിന്നെ ഒന്ന് മീഡിയം ടു ലോയിലേക്ക് വെച്ചിട്ട് വേണം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ. അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ, അടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു തവി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു അല്പം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു ഹാഫ് തവി, അതായത് 1.5, ചെറിയൊരു തവി ആയതുകൊണ്ട് കേട്ടോ. ഇത്രയൊക്കെ മതി. ഒരുപാട് വട്ടത്തിൽ പരത്തിയൊന്നും എടുക്കരുത്. ചെറുതായിട്ട് ഇതേപോലെ നമ്മുടെ ദോശയൊക്കെ തട്ടുകടക്കാരുണ്ടാക്കിയില്ലേ, അതേപോലെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കണം. തീ മീഡിയം ടു ലോയിൽ തന്നെ ആയിരിക്കണം, ഒട്ടും ഹൈയിലേക്ക് പോകരുത്. എന്നിട്ട് ഈ ഗ്ലാസ് ടോപ്പിൽ ഇതിങ്ങനെ കുറച്ച് വേർപ്പുള്ള പോലെ ഇങ്ങനെ കാണുമ്പോഴേക്കും ആയുവെള്ളം ഇങ്ങനെ വരുമ്പോഴേക്കും ഇതിൻ്റെ ഒരു വശം എന്തായാലും പാകമായിട്ടുണ്ടാവും. അപ്പം ഞാൻ ബ്രഷ് എടുത്തിട്ട് കുറച്ചുകൂടി ഓയിൽ ഈ ഒരു വശത്ത് കൂടി ചേർത്ത് കൊടുക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിടാനും കൂടിയുണ്ട്. മറിച്ചിട്ടിട്ട് ജസ്റ്റ് സെക്കൻഡ്സ് മാത്രം കൊടുത്താൽ മതി കേട്ടോ. തവ നന്നായി ചൂടായിരിക്കും. അപ്പം മറിച്ചിട്ടാൽ ഇപ്പോൾ ഒരു വശം നമ്മളെടുത്ത് അത്രയും സമയമൊന്നും വേണ്ട, അതിൻ്റെ 10-1 സമയം മതിയാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് എടുക്കുക. ഇതേപോലെ ആക്കി എടുക്കുക. നല്ല കനം ഉണ്ടാവും, പക്ഷേ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കള്ളപ്പം തയ്യാറായി കഴിഞ്ഞു കേട്ടോ. ഇത് നല്ല സ്മെല്ലാട്ടോ. ഇത് ചുടുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് കിട്ടുന്നൊരു സ്മെല്ല്, അത്രയ്ക്ക് നല്ലൊരു ഫ്ലേവറാണ് ഒറിജിനൽ ചെത്ത് കള്ളുകൊണ്ട് ഉണ്ടാക്കുന്ന കള്ളപ്പത്തിന്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ്. ഇങ്ങനെ ചുട്ടെടുക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ, നല്ല രസമാണ്. അപ്പം ഞാനൊരു 5-6 ചുട്ട് വെച്ചു. പെട്ടെന്നോട്ടൊന്നായി കിട്ടും. നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നോട്ടൊന്നാവും. ഇതൊന്ന് അരച്ച് വയ്ക്കുന്ന ഒരു തേങ്ങയൊക്കെ ചെരുവുന്നൊരു ബുദ്ധിമുട്ട് മാത്രമേ ഈ ഒരു ഡിഷിനുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് താറാവ് സ്റ്റൂവോ അല്ലെങ്കിൽ ചിക്കൻ സ്റ്റൂവോ
അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുട്ടിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് വെള്ളക്കടലയുടെ മസാലക്കറിയാണ് കേട്ടോ. ഇന്ന് രാവിലെ ഈ വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് നല്ല ഹറി ബറി മോർണിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നിലേക്ക് നോക്കിയില്ല. ഇത് കണ്ടോ, ബെഡിൽ നമ്മളിങ്ങനെ അമർത്തില്ലേ എന്ന പോലെയുണ്ട്. ഇത് നല്ല സോഫ്റ്റാണ്, നല്ല ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതാ കണ്ടോ, നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ചൂടോടെ കഴിക്കുമ്പോൾ രണ്ട് വശവും നല്ല മൊരിവായിട്ടിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. പിന്നെ സ്മെല്ലെന്ന് പറഞ്ഞാൽ ഇവിടെങ്ങും നിൽക്കാൻ പറ്റുന്നില്ല. കള്ളിൻ്റെ സ്മെല്ലൊന്നും അല്ല കേട്ടോ, നമ്മളെ കൊതിപ്പിക്കണ മണമാണ് വരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യാം, മസ്റ്റ് ട്രൈ ആണ്. കള്ള് ഇതുപോലത്തെ നല്ലത് കിട്ടിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ റെസിപ്പി ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഈ കള്ള് വാങ്ങിക്കാൻ പോയൊരു കഥയാണ് കേട്ടോ. അതിൻ്റെ നല്ല മനോഹരമായ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ വീഡിയോ മിസ് ചെയ്യരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.